റസൂലുള്ളാഹി ചോദിച്ചു, എന്താ സൗബാനെ നീ ഇങ്ങനെ അടുത്തോട്ട് വരാത്ത? മാ ഗയ്യറ ലൗനക യാ സൗബാൻ, എന്താ സൗബാനെ നിന്റെ മുഖത്ത് നിറമൊക്കെ വ്യത്യാസപ്പെട്ടല്ലോ, എന്താ എന്റെ അടുത്തോട്ട് വരാത്തത്? സൗബാൻ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയെ അവിടത്തോടൊപ്പം ഈ ദുനിയാവിൽ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാ. ഇതിപ്പോ നമ്മൾ കഴിയുന്നുണ്ട്, പക്ഷെ ആഖിറത്തിൽ ഒരുമിക്കുമോ? അതാണ് എനിക്കുള്ള പേടി. ആഖിറത്തിൽ ഒരുമിച്ച് കിട്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൗബാൻ റളിയല്ലാഹു തആല പറയാ, നബി അവിടത്തോടൊപ്പം ഈ ദുനിയാവിയായ ജീവിതം എനിക്ക് ഇപ്പോൾ കിട്ടി, അൽഹംദുലില്ലാഹ്, അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. പക്ഷെ ഇത് മാത്രം എനിക്ക് പോരാ, എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ അവിടത്തോടൊപ്പം ഒരുമിക്കണം യാ റസൂലല്ലാഹ്. അതല്ലേ മുഅ്മിനീങ്ങളെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമുക്ക് റസൂലുള്ളാഹിയോടൊപ്പം കഴിയാൻ പറ്റിയില്ല, ഒപ്പം ജീവിക്കാൻ പറ്റിയില്ല, ഒപ്പം ജമാഅത്തുകൾ നമസ്കരിച്ചതാകുന്ന സഹാബികൾ എത്രയോ സന്തോഷവാന്മാരാണ്, എത്രയോ ഭാഗ്യവാന്മാരാണ്. ആ പ്രവാചകരോടൊപ്പം നാളെ അവിടുത്തെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ പടച്ച റബ്ബ് ഈ സദസ്സിനോട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉറക്കാമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രവാചകന്റെ റുഫഖാകളിൽ, പ്രവാചകരോടൊപ്പമുള്ള കൂട്ടുകാരിൽ, ആ പ്രവാചകന്റെ തിരുചാരത്ത് പ്രവാചകൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പടിയുടെ മണ്ണായിട്ടെങ്കിലും നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹു നമ്മൾ ഒരുമിപ്പിക്കുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനെന്ത് വേണം? സൗബാൻ റളിയല്ലാഹു തആല വെച്ചതുപോലെയുള്ള സ്നേഹം വേണം. സൗബാൻ റളിയല്ലാഹു തആല റസൂലുള്ളാഹി ചോദിച്ചു, അല്ലയോ സൗബാൻ, മാ ഗയ്യറ ലൗനക യാ സൗബാൻ, എന്ത് പറ്റി നിന്റെ മുഖത്തിന്റെ നിറമല്ലാതെ മാറിയിരിക്കുന്നല്ലോ? സൗബാൻ റളിയല്ലാഹു പറഞ്ഞു, നബിയെ ഈ ദുനിയാവിൽ ജീവിച്ചതിലേക്ക് കൊതി തീർന്നില്ല, അവിടുത്തോടൊപ്പം എനിക്ക് ആഖിറത്തിലും ഒരുമിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ എന്റെ കൂടെ ആഖിറത്തിലുമുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ മരുന്നാണ് നമസ്കാരം എന്ന് പറയുന്നത്. മഹത്തായ നമസ്കാരം, 5 വഖത്ത് നമസ്കാരം, ഫർളായ നമസ്കാരം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് wudu എടുക്കാൻ വേണ്ടി വെള്ളം എടുത്തു കൊടുത്തതാകുന്ന സഹാബിവര്യനോട് റസൂലുള്ളാഹി ചോദിച്ചത്, സൽ യാ റബിയ, എന്താണ് റബിയ നിനക്ക് ഇഷ്ടമുള്ളത്? നീ നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് നൽകും. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ലോകത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് റസൂലുള്ളാഹിയോടൊപ്പം വസിക്കലാണ്, റസൂലുള്ളാഹിയോടൊപ്പം കൂടിക്കഴിയലാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് അവിടുത്തോടൊപ്പം നാളെ പാരത്രിക ലോകത്ത് കഴിയാനാണ് എനിക്ക് ഈ ഭൂമുഖത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അത്യുത്കൃഷ്ടമാകുന്ന അമലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ആഖിറത്തിൽ അവിടുത്തോടൊപ്പം എനിക്ക് കഴിയലായിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ നീ എന്നെ സഹായിക്കണം. അഇന്നി ബികസറത്തി സുജൂദ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുജൂദ് അധികരിപ്പിക്കൽ കൊണ്ട് എന്നെ നീ സഹായിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എത്ര പേര് ഇന്നത്തെ ദിവസത്തിൽ തന്നെ കൃത്യമായി ജമാഅത്തുകൾക്ക് പങ്കെടുത്തുവരുന്നു, കൃത്യമായി നമസ്കാരം നിർവഹിച്ച എത്ര ആളുകളുണ്ട്? ഞാനിത് ഖേദത്തോടു കൂടി ചോദിക്കുന്നു, ഒരു ഇമാം എന്ന നിലയിൽ ചോദിക്കൽ ഏറ്റവും കൂടുതൽ കർത്തവ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ചോദിക്കാം. എന്റെ പ്രിയപ്പെട്ട സാത്വികരാകുന്ന ഉലമാക്കൾ നമ്മുടെ സദസ്സിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അവരെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുന്നു, ഖേദത്തോടുകൂടി നമ്മളിൽ എത്ര പേര് ആ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നുണ്ട്? നമ്മുടെ നമസ്കാരം തന്നെ ക്രിയാത്മകമാണോ? സുബഹിക്ക് ജമാഅത്തിലേക്ക് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമാകുന്ന ബാങ്കുലികൾ കടന്നു വരുമ്പോ, ആ ബാങ്കുലിക കഴുകിക്കൊണ്ട് കടന്നു വരുമ്പോ ആ ബാങ്കുലിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ എത്ര ചെറുപ്പക്കാരാണ് സത്യത്തിൽ തയ്യാറെടുക്കുന്നത്? എത്ര സഹോദരങ്ങളാണ് ജമാഅത്തിൽ ബദ്ധശ്രദ്ധ പതിപ്പിക്കുന്നവരുള്ളത്? ജോലി തിരക്കുകൾക്കിടയിൽ, നമ്മുടെ യാത്രാ മാധ്യമങ്ങൾക്കിടയിലൊക്കെ നമസ്കാരങ്ങൾ വിട്ടുവിട്ടു പോകുന്ന എത്ര സഹോദരിമാരുണ്ട്? റസൂലുള്ളാഹി നമ്മളെ നാളെ പാരത്രിക ലോകത്ത് തിരിഞ്ഞു നോക്കുമ്പോ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹിയോടൊപ്പം നമുക്ക് ചേരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പോലും പറഞ്ഞത്, അഇന്നി ബികസറത്തി സുജൂദ്, നീ നമസ്കാരം കൊണ്ട് എന്നോട് കൂടുതൽ അടുക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദ് അധികരിപ്പിക്കുക, ആ സുജൂദിലൂടെ അഥവാ നമസ്കാരത്തിലൂടെ മാത്രമേ എന്നോട് അടുക്കാൻ സാധിക്കൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ പ്രവാചകന്റെ ഏറ്റവും വലിയ ചര്യയാകുന്ന നമസ്കാരം, തിരുസുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതിലൂടെ മാത്രമേ ഈ ലോകത്തുള്ള എത്ര വലിയ വ്യക്തികളായിരുന്നാലും എല്ലാ അമ്പിയാക്കൾക്കും നമസ്കാരമുണ്ട്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്കത് സ്ഥാപിക്കാൻ പറ്റും. സമയം അതിലേക്ക് കടക്കുന്നില്ല, വൈകിയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരമുണ്ട്. പക്ഷേ നമുക്കുള്ള നമസ്കാരത്തിന്റെ ശൈലിയോ രീതിയോ കോലമോ രൂപമോ ഒന്നുമല്ല. നമസ്കാരങ്ങൾ
സമുദായങ്ങളുടെ രൂപവും ഭാവവും വ്യത്യസ്തമാണ്. എല്ലാ സമുദായത്തിനും നമസ്കാരമുണ്ടായിരുന്നു. അവരൊക്കെ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചിരുന്നു. നമ്മുടെ സമുദായത്തിന് നമസ്കാരമുണ്ട്. നമ്മളതും അത് കൃത്യമാക്കിയിട്ടല്ലാതെ റസൂലുള്ളാഹിയുടെ ചാരത്ത് നമുക്കെത്താൻ സാധിക്കൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ഔലിയാക്കളും മഹത്തുക്കളും സച്ചരിതരാകുന്ന വ്യക്തികളും നമസ്കാരം നിർവൃത്തിയവരാണ്. അതിലൂടെ മാത്രമേ മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ആമുഖമായി തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ജമാഅത്തുകൾക്ക് നമ്മൾ പങ്കെടുക്കണം. സഹോദരിമാർ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നമസ്കാരത്തിന് നമ്മൾ താല്പര്യം വെക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ച് അവരുടെ കാലിൽ നീര് കെട്ടി വീർത്തതാകുന്ന സംഭവം ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് ഹദീസിലൂടെ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കാലും നീര് കെട്ടി വീർത്തിരിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങളെ, വഖദ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, അവിടുത്തെ മുൻപിൻ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടില്ലയോ? എല്ലാ പാപങ്ങളും അവിടത്തേക്ക് പടച്ചറപ്പ് പുറത്തു തന്നിട്ടില്ലയോ? അഥവാ പാപ സുരക്ഷിതനാക്കിയിട്ടില്ലയോ? അവിടുന്ന് മഅസൂമല്ലയോ നബിയെ? പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയതല്ലയോ? ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലയോ നബിയേ, ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ വസ്തുക്കളിലേക്കും അഥവാ നന്മകളിലേക്കും അതിന്റെ കവാടങ്ങൾ അവിടുത്തെ മുന്നിൽ നാം മലർക്ക് തുറക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മക്കം ഫതഹിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്കുള്ള സമ്പത്തെല്ലാം തന്നെ അവിടുത്തെ കൈകളിലൂടെ നാം നൽകുകയാ. എന്തുകൊണ്ട്? ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. പരിശുദ്ധ ഖുർആൻ തന്നെ റസൂലുള്ളാഹിയെ വാഴ്ത്തുകയാണ്. അവിടുത്തെ മുൻപിൻ പാപങ്ങൾ മുഴുവനും നാം പുറത്തു നൽകിയിട്ടില്ലയോ? അവിടുന്ന് മഅസൂമല്ലയോ നബിയേ? അതുകൊണ്ട് ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ആയിഷ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് അവിടുത്തെ കാലിൽ നീര് കെട്ടി വീർത്തുകൊണ്ട് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത്? അവിടുത്തെ സർവ്വ പാപങ്ങളെ തൊട്ടും അല്ലാഹു സുരക്ഷിതമാക്കിയിട്ടില്ലയോ? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലുടെ നേതന്നെ പറഞ്ഞു അത്രേ, യാ ആയിഷ, ഞാനൊരു അടിമയുള്ളതാകുന്ന നന്മയുള്ള ഒരു അടിമയായി ഞാൻ പരിലസിക്കണ്ടയോ ആയിഷ? അഫലാ അകൂന അബ്ദൻ ശകൂറാ. കാലിൽ നീര് കെട്ടി വീർത്തുകൊണ്ട് പാതിരാത്രി സമയത്ത് സർവ്വരും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിന്റെ മുന്നിൽ നിന്ന് നമസ്കരിച്ചതിന്റെ പേരിൽ പ്രവാചക പൊങ്കവന്റെ കാലിൽ നീര് കെട്ടിയിരിക്കുകയാണ്. ഫർദ് നമസ്കാരമല്ല, പാതിരാത്രി സമയത്തുള്ള തഹജ്ജുദ് നമസ്കാരമാണ്. ആ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് കാലിൽ നീര് കെട്ടിയപ്പോഴാ ഭാര്യ വന്നുകൊണ്ട് ചോദിക്കുന്നത്, നബിയേ, പാപത്തെ തൊട്ട് സുരക്ഷിതമല്ലയോ നബിയേ? പിന്നെ എന്തിനാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് നബിയേ? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ ചിന്തിക്കണേ. അഫലാ അകൂന അബ്ദൻ ശകൂറാ. നന്ദിയുള്ള ഒരു അടിമയായി, നന്ദിയുള്ള ഒരു ദാസനായി ഞാൻ മാറണ്ടയോ ആയിഷ? ആരാണ് പറയുന്നത് സഹോദര? ആരാണ് പറയുന്നത് സഹോദര? ആയിഷ ബീവി തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മാശബിയ ആലു മുഹമ്മദിൻ ഖുബ്സാ. 2 ദിവസം തുടർച്ചയായിട്ട് പത്തിരി കിട്ടാത്ത വീടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം, റസൂലുള്ളാഹിന്റെ വീടെന്ന് ആയിഷ ബീവി തന്നെ പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലെ ദാരിദ്ര്യത്തെ കുറിച്ച് കൂട്ടുകാരികളോട്
പറയുകയാണ്, അസ്മാ ബിൻത് ഉമൈസിനോട് പറയുകയാ, അസ്മായേ അറിയുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാര് ഞങ്ങളുടെ വീടിന്റെ അയൽവാസികൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പഴം തുണി അടുപ്പിൽ വെച്ച് ഞങ്ങൾ കത്തിക്കാറുണ്ടായിരുന്നു. അടുപ്പിലൂടെ പുക വരുന്നത് കണ്ടുകൊണ്ട് അയൽവാസികൾ തെറ്റിദ്ധരിക്കട്ടെ, റസൂലുള്ളാഹിന്റെ കുടുംബം പട്ടിണിയല്ല, ഹബീബായ നബി തങ്ങളുടെ കുടുംബം സുഭിക്ഷമായി ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെറിയ പഴം തുണി അടുപ്പിൽ വെച്ചുകൊണ്ട് അടുപ്പിലൂടെ പുക വരുത്തുന്നുകൊണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നുവെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആ റസൂലുള്ളാഹിന്റെ കുടുംബമാണ്, ആ പ്രവാചകനാണ് പറയുന്നത്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടയോ ആയിഷ, നന്ദിയുള്ള ഒരു ദാസനായിട്ട് മാറണ്ടയോ ആയിഷ. ചിന്തിച്ചു നോക്ക്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹവും പ്രവാചകരോട് അനുഗ്രഹങ്ങളെ പറ്റി. ഇന്ന് നമുക്ക് സുന്ദരമാകുന്ന അമ്പരച്ചുംബികളായ മണിമേടകളുണ്ട്, മാളിക സൗധങ്ങളുണ്ട്, കരുനാഗപ്പള്ളി ടൗണിൽ ഫ്ലാറ്റുകളുണ്ട്, നല്ല കടകളുണ്ട്, റാഹത്തായ നിലയിൽ ബിസിനസ് ശൃംഖലകളുണ്ട്, കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്, മക്കളുണ്ട്, സാലിഹ്യങ്ങളാകുന്ന മക്കളുണ്ട്, നല്ല സുന്ദരിയാകുന്ന ഭാര്യയുണ്ട്, നല്ല സുന്ദരമാകുന്ന വാഹനമുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും പടച്ചുറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ 2 ദിവസം തുടർച്ചയായിട്ട് പത്തിരി ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ